ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് പാർട്ട് 9. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൻഡിൽ സിക്സിനെ കുറിച്ചാണ്. എന്താണ് കാൻഡിൽ സിക്സ്, കാൻഡിൽ സിക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൻഡിൽ സിക്സ് ഏതെല്ലാം, എങ്ങനെ ഒരു കാൻഡിൽ സിക്സ് വായിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. കാൻഡിൽ സിക്സ് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ചാർട്ട് നമുക്ക് നോക്കാം. സമയം കഴിയുന്നതിനനുസരിച്ചിട്ട് ഒരു അസറ്റ്, ഇപ്പം അസറ്റ് എടുക്കുന്ന സമയത്ത് ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇതിൻ്റെ വാല്യൂ കൂടുതൽ, ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പ്രൈസ് ഒരു ഗ്രാഫിൽ വരച്ചു കാണിക്കുന്നതിനെയാണ് നമ്മൾ ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, ഒന്നിൽ പ്രൈസ് ഉണ്ടാവും, ഒന്നിൽ ടൈം ഉണ്ടാവും. നമുക്ക് അതായത് ടൈം പോകുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ടൈം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ പ്രൈസിന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഒരു ഡോട്ടായിട്ട് വരക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ടെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രൈസ് മൂവ്മെന്റ് മനസ്സിലാവും. ഇങ്ങനെയുള്ള പ്രൈസ് മൂവ്മെന്റ് ആണ് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത് ഒരു ചാർട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കാൻഡിൽ സിക്സ് എന്താണെന്ന് നോക്കാം. 18th സെഞ്ചുറിയിൽ ജാപ്പനീസ് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് കാൻഡിൽ സിക്സ്. വളരെയധികം ചാർട്ട് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിലും ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് കാൻഡിൽ സിക്സ് ചാർട്ട് തന്നെയാണ്. കാൻഡിൽ സിക്സ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പ്രൈസ് മൂവ്മെന്റ് തന്നിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കാൻഡിൽ സിക്സ് നോക്കലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേത് ചാർട്ടിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള കാര്യങ്ങളും കൂടുതലായിട്ടുള്ള പിക്ചറും നമുക്ക് തരുന്നത് കാൻഡിൽ സിക്സ് ചാർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ കൂടുതലായിട്ട് കാൻഡിൽ സിക്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു കാൻഡിൽ സിക്സ് ഫോം ആവുന്നുള്ള കാര്യങ്ങൾ നോക്കാം. ടൈം ഫ്രെയിം കാൻഡിൽ സിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതേപോലെ ബാക്കിയുള്ള ഡാറ്റാസും കാര്യങ്ങളും ക്രിയേറ്റ് ആവുന്നത് ടൈം ഫ്രെയിം ബേസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ കാൻഡിൽ എടുക്കലാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആവുന്ന സമയം 5 മിനിറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇതിൻ്റെ ഇടയ്ക്ക് ലോ, ഹൈ, അതേപോലെ ഓപ്പൺ, ക്ലോസ് ഈ ഡാറ്റാസ് ഫോം ചെയ്യുന്നത് ഇത് 5 മിനിറ്റിൻ്റെ ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ 15 മിനിറ്റിൻ്റെ കാൻഡിൽ സിക്സ് എടുക്കലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ, ഹൈ, ഓപ്പൺ, ക്ലോസ് ഈ കാര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നത് ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ്. കാൻഡിൽ സിക്സിൽ 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഓപ്പണിംഗ് ആണ്, പിന്നെ വരുന്നത് ക്ലോസ് ആണ്. ക്ലോസ് തീരുമാനിക്കുന്നത് ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ്. പിന്നെ വരുന്നത് അപ്പർ ഷാഡോവും അതേപോലെ തന്നെ ലോവർ ഷാഡോ ആണ്. നമ്മൾ ഇതിനെ വിക്ക് എന്നും കൂടി പറയുന്നുണ്ട്. അതായത് ഡൗൺ സൈഡിലേക്ക് ഒരു ലൈന് പോലെ വന്നിട്ടുള്ള, ബോഡീന് താഴോട്ടേക്ക് ലൈന് പോലെ വന്നിട്ടുള്ളതാണ് വിക്ക് അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത്. ഇതിൽ പ്രൈസ് ഓപ്പൺ ആയതിനു ശേഷം എത്ര വരെ ലോ പോയിട്ടുണ്ട്, പ്രൈസ് ഓപ്പൺ ആയതിനു ശേഷം എത്ര വരെ ഹൈ പോയിട്ടുണ്ട് കാണിക്കുന്ന ആ ഒരു ലൈനാണ് ഈ അപ്പർ വിക്കും ലോവർ വിക്കും. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ് നമുക്ക് ഈ കാൻഡിൽ സിക്സ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എത്രത്തോളം ബയേഴ്സ് സ്ട്രോങ് ആണ്, അതേപോലെ എത്രത്തോളം സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, അതേപോലെ തന്നെ സെല്ലേഴ്സും ബയേഴ്സും എങ്ങനെയാണ് അവരെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു കാൻഡിൽ സിക്സ് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ കാൻഡിൽ സിക്സ് എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല ഫോം ചെയ്യുന്നുണ്ടാകുക. ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോത്തിനും ഓരോ നെയിമും ഓരോത്തിനും ഓരോ പിക്ചറുമാണ് നമുക്ക് തരുന്നുണ്ടാകുക. ഏതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൻഡിൽ സിക്സ് എന്ന് നോക്കാം. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഹെവി ബുള്ളിഷ്നെസ്സിനെയാണ് മർബോസോ ക്യാൻഡിൽ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓപ്പൺ ആയതിനു ശേഷം ക്ലോസ് ആയിട്ട് നമുക്കൊരു ഹൈയോ അതേപോലെ തന്നെ ലോയോ വിക്ക് ക്രിയേഷൻ ചെയ്യാതെ ആയിരിക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാകുക. സെയിം തന്നെയാണ് ബെയറിഷ് ക്യാൻഡിലെ ബേസും. അതായത് ഓപ്പൺ തൊട്ട് ക്ലോസ് വരെ ഒരു വിക്ക് ക്രിയേഷൻ ചെയ്യാതെ ആയിരിക്കും ബെയറിഷ് ക്യാൻഡിലും ക്ലോസ് ചെയ്തിട്ടുണ്ടാകുക. ഓപ്പൺ ചെയ്ത് ഹൈ പോയിട്ട് ക്ലോസ് ചെയ്യുന്നതിന് നമുക്ക് ബുള്ളിഷ് ക്യാൻഡിലും, ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് വന്ന് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ബെയറിഷ് ക്യാൻഡിലായിട്ടും മർബോസോ ക്യാൻഡിൽ എടുക്കാം. ഇതിന് രണ്ടിനും വിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡയറക്ഷണൽ മൂവാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാകുക. ഈ മർബോസോ ക്യാൻഡിൽ ശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു ഹെവി ബൈയിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റിട്രേസ്മെന്റിന് ശേഷം അപ്സൈഡ് മൊമെന്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിവേഴ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാൻഡിൽ സിക്സ് ആണ് ഹാമർ കാൻഡിൽ സിക്സ്. കാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം ഡൗൺ സൈഡിൽ ഒരു വിക്ക് ക്രിയേഷൻ നടക്കുന്നുണ്ട്. കാൻഡിൽ ക്ലോസ് ആകുന്നതിന് മുമ്പ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാകുക. ബട്ട് ക്ലോസ് ആകുന്നതിന് മുമ്പ് സഡൻ ആയിട്ട് മാർക്കറ്റ് അപ്സൈഡിൽ, അതായത് ക്യാൻഡിൽ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യലും ഒരു ചെറിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടാകുക. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു റിജക്ഷനും അതേപോലെ തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ ബുള്ളിഷ് ഹാമറിൽ കാണാൻ പറ്റുന്നുണ്ടാകുക. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ഇൻഡിസിനെയാണ് സ്പിന്നിംഗ് ടോപ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം അപ്സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും നല്ലൊരു മൂവ്മെന്റ് തരും. ക്ലോസ് ആകുന്നത് ഓപ്പണിനെക്കാട്ടും കുറച്ച് മുകളിലോ ഡൗൺ സൈഡിലോ ആയിട്ടായിരിക്കും ക്യാൻഡിൽ ക്ലോസ് വരുന്നുണ്ടാകുക. ഇതിന് ശേഷം നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാനും അതേപോലെ എക്സിറ്റ് പ്ലാൻ ചെയ്യാനുമുള്ള
കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. മെയിനായിട്ടുള്ളൊരു സപ്പോർട്ടിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലിലോ കാണലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബേസ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റിലെ ഇൻഡിസിഷനെ കാണിക്കുന്ന മറ്റൊരു ക്യാൻഡിൽസ്റ്റിക്സ് ആണ് ഡോജീസ്. നമുക്ക് ഡോജീസിൽ നോക്കുന്ന സമയത്ത് പല രീതിയിലും പല നെയിംസിലും നമുക്കിവിടെ കാണാൻ പറ്റുമെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ഓപ്പണും അതേപോലെ തന്നെ ക്ലോസും വരുന്നത് സെയിം ലെവലിലായിരിക്കും. മുകളിലോട്ടേക്കും താഴോട്ടും പോകുന്ന വിക്കിന്റെ ബേസിലാണ് ഇതിന് ഓരോ നെയിമും കാര്യങ്ങളും വരുന്നത്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ഇൻഡിഷൻ ക്യാനലാണ് ഡോജി ക്യാനൽ. ബയേഴ്സിനും സെല്ലേഴ്സിനും ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത്, അതായത് ഡൗൺ സൈഡ് ആണോ അപ്പ് സൈഡ് ആണോ പോകാനുള്ള ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഡോജി ക്യാനൽ ക്രിയേറ്റ് ആകുന്നത്. ഒരു അപ്പ് സൈഡിലേക്കോ ഒരു ഡൗൺ സൈഡിലേക്കോ പോവാതെ സെയിം ലെവലിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ക്യാനൽ ഓപ്പണിങ്ങും ക്ലോസും സംഭവിക്കുന്നുണ്ടാകുക. നെക്സ്റ്റ് നമുക്കൊരു റിവേഴ്സലോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ ആണ് ഈ ക്യാനൽ ഫോർമേഷന് ശേഷം കാണാൻ പറ്റുന്നുണ്ടാകുക. ഇതൊരു സപ്പോർട്ട് ലെവലോ റെസിസ്റ്റൻസ് ലെവലോ കാണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ളതും അതേപോലെ ട്രേഡ് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻസും കാര്യങ്ങളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. ഹാമർ ക്യാനൽ എങ്ങനെയാണുള്ളത് അത് തിരിച്ചു വെച്ചാലുള്ള ക്യാനലാണ് ഷൂട്ടിംഗ് സ്റ്റാർ. മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിവേഴ്സിൽ നമ്മൾ നേരത്തെ അപ്പ് സൈഡിലേക്ക് ഹാമർ ക്യാനൽ റിവേഴ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ഡൗൺ സൈഡിലേക്കൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ക്യാനലാണ് ഷൂട്ടിംഗ് സ്റ്റാർ. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ആണെന്ന് നോക്കാം. ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോവുകയാണ് ക്യാൻഡിൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് കാണുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും കാണുന്നുണ്ടാകുക. അതിനുശേഷം പ്രൈസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആവുകയും ഓപ്പണിനെക്കാട്ടി താഴെയോ അല്ലെങ്കിൽ ഓപ്പണിന് തൊട്ട് മുകളിലോ ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നു. ബോഡിയേക്കാളും 1-2 ഇരട്ടി വലുപ്പമായിരിക്കും ഇതിന്റെ വിക്കിടെ ഉണ്ടാകുക. വിക്ക് വലുതായിരിക്കും. അതേപോലെ ഡൗൺ സൈഡ് നമുക്ക് ചെറുതായിട്ടൊരു വിക്കും കൂടി കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്രിയേറ്റ് ആകുന്നുണ്ടാകുക. ഷൂട്ടിംഗ് സ്റ്റാർ നമ്മളോട് പറയുന്നത് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. ബയേഴ്സ് വീക്ക് ആകുന്നുണ്ട്, സെല്ലേഴ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്, ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട് എന്നാണ് ഷൂട്ടിംഗ് സ്റ്റാർ നമ്മളോട് പറയുന്നുണ്ടാവുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെ ഒരു ക്യാൻഡിൽസ്റ്റിക്സ് ഫോം ചെയ്യുന്നു, പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക്സ് ഏതെല്ലാം, എന്തൊക്കെയാണ് ക്യാൻഡിൽസ്റ്റിക്സ് നമ്മളോട് പറയുന്നത്, ക്യാൻഡിൽസ്റ്റിക്സിന്റെ ലോജിക് എന്തെല്ലാം, ക്യാൻഡിൽസ്റ്റിക്സ് വന്നാൽ എങ്ങനെയെല്ലാം ട്രേഡ് എടുക്കാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്റ്റിക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാം, അതേപോലെ ബാക്കിയുള്ള ക്യാൻഡിൽസ്റ്റിക്സും കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.